അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കോയിമുറി മരവട്ടം മക്ബറയാണ് നിങ്ങൾ കാണുന്നത്. ദൂരക്കാരാണ് വരുന്നത്. റായത്തായിട്ട് പോയതാണ്. വരുമ്പോൾ വരലുണ്ട്. റായത്ത് തന്നെയാണ് ആ കാറ്. നല്ല കാര്യമാണ്. റായത്താണ്. ഓരോരുത്തരും അവരുടേതായ ഉദ്ദേശങ്ങൾക്ക് ഉദ്ദേശങ്ങൾക്കായിട്ട് അള്ളാഹിൻ്റെ കുതിരത്ത് അള്ളാഹിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മഹാന്മാരെ എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല കാര്യമാണ്. പിന്നെ ഇതിന് മാണ്ടാത്തി വലിച്ചു വെച്ചുള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇത് വലിച്ചു വെച്ചിട്ട് പോയാൽ മതിയോ? അതൊക്കെ പാടെ തിരി ഭാര്യയിട്ട് വിട്ട് കത്തിച്ച എന്നിട്ട് അത് ഓലാൻ പോവുക. കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ പാടെ അത് പാടില്ല. നമ്മളെ നേതൃത്വം നമ്മളിത് കേടെത്തിക്കുന്ന ഇളക്കണം. നമുക്ക് അതാണ് അങ്ങനല്ല. അതാണ് ഞാൻ ഓരോട് പറഞ്ഞത്. അതേപോലെ അള്ളാഹു ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യാൻ വരുന്നവരൊക്കെ ഉണ്ടാവും. ഓരോ കാര്യത്തിലൊക്കെ ആൾ ദ്വാരക്കും പറ്റും. ദ്വാരക്കലുണ്ട്. കാണുമ്പോ നമുക്ക് സ്വന്തമായിട്ടല്ലല്ലോ, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ്. നശിക്കാൻ പാടില്ല. അത് പറയാം. മരവട്ടം കോയിമുറി മക്ബറ എന്ന രീതിയിലാണ് ഇവിടത്തേക്ക് പറയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറയിൽ നിന്ന് കാടാമ്പുഴ റോഡ് വഴി ഇവിടത്തേക്ക് വരാൻ സാധിക്കും. മക്ബറയുടെ തൊട്ടടുത്ത് വരെ വാഹനത്തിന് വരാൻ സാധിക്കും. ഒരു കാടിൻ്റെ ഉള്ളിലൂടെയാണ് ഈ മക്ബറയിലോട്ട് നമുക്ക് പോവാൻ സാധിക്കുക എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അനവധി ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരങ്ങൾ വരെ ഇവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനവറുകളുടെ ചാരത്ത് വരാറുള്ളതായിട്ടും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. പല ജില്ലകളിൽ നിന്നായിട്ട് പല പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇവിടം വന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇവിടെ എത്തപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ചെന്നാൽ അറിയാൻ സാധിക്കും. മഹാനവറുകളുടെ മക്ബറയാണ് ഈ കാണുന്നത്. അല്പം വർഷങ്ങൾക്ക് മുമ്പ് രാത്രി കാലങ്ങളിൽ ധാരാളം ആളുകൾ ഇവിടം സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഇപ്പോൾ വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഇവിടത്തേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുന്നു. മഹാനവറുകളുടെ അടുത്ത് ചെന്ന് സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചാൽ ഒട്ടനവധി ആളുകളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് നിറവേറി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു പ്രത്യേക മനസ്സിന് സമാധാനം തന്നെയാണ് മരവട്ടം കോയിമുറി മക്ബറയിൽ സിയാറത്ത് ചെയ്താൽ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടത്തേക്ക് പല ആളുകളും ചെറിയ പഴങ്ങൾ അതുപോലെ തന്നെ കാര്യം സാധ്യതയ്ക്ക് വേണ്ടി ഇവിടത്തേക്ക് വിളക്ക് കത്തിക്കുവാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും മറ്റും ഇവിടത്തേക്ക് നേർച്ചയാക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ മക്ബറയുടെ പരിസരത്തായിട്ട് തന്നെ അത് വെക്കാനുള്ള ഒരു സ്ഥലവും നമുക്ക് ഈ മക്ബറയുടെ അടുത്ത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടം സിയാറത്ത് ചെയ്യാൻ വന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ ഹലാലായ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് സന്ദർശിക്കാൻ ശ്രമിക്കുക. മരവട്ടം കോയിമുറി എന്ന് അറിയപ്പെടുന്ന കോയിമുറി മക്ബറ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം കാടാമ്പുഴ വെട്ടിച്ചിറയിൽ നിന്നും വരുന്നവർ കാടാമ്പുഴ റൂട്ടിലൂടെ ഇവിടത്തേക്ക് എത്താൻ സാധിക്കും. ഈ വീഡിയോ പകർത്തുമ്പോൾ ഒട്ടനവധി ആളുകൾ അതുപോലെ തന്നെ സ്ത്രീകളും മറ്റും ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ പോയതിന് ശേഷം ഈ വീഡിയോ പകർത്തിയത്. അനവധി ആളുകൾ നേർച്ചയാക്കി വരുന്ന വെളിച്ചെണ്ണ മറ്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
മക്ബറയിൽ വരുന്നവർ ആരും തന്നെ ഖബർ ആരാധനയല്ല എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. മക്ബറയിൽ മഹാന്മാരെ മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടേതായ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ. സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഫ്ലു KMK മീഡിയ യൂട്യൂബ് ചാനൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾക്ക് മുന്നിൽ വീഡിയോ സമർപ്പിക്കുന്നു.